അഡ്വക്കേറ്റ് സേനാപതി വേണു, SDP-യും വെൽഫെയർ പാർട്ടിയും എന്താണെന്ന് അറിയാത്തവരല്ല കോൺഗ്രസ്സുകാർ അല്ലെ? അതിൻ്റെ ഒരു ചരിത്രം, ഈ തീവ്രവാദ ശക്തികളുടെ ചരിത്രം തന്നെ അഡ്വക്കേറ്റ് കെ രാംകുമാറും അതുപോലെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അധികാരത്തിന് വേണ്ടി ആരുമായും ഒരു സീറ്റ് കിട്ടാൻ ആരുമായും കൂട്ടുകൂടും, അതിൽ തെറ്റില്ല എന്നാണ് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായി പറഞ്ഞ് വെച്ചിരിക്കുന്നത്. നോക്കൂ, വളരെ അപകടകരമായ ഒരു നിലയിലേക്കല്ലേ കേരള രാഷ്ട്രീയം നീങ്ങുന്നത്. കാരണം ഇക്കൂട്ടരാണ് ജനവിധി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ അവർക്ക് വശംവദരാകുന്നു, അവർക്ക് വിധേയമാകുന്നു, അവർക്ക് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥ. അത് ഗുണകരമാണോ? നമ്പ്യാരെ, വളരെ പരിണിതപ്രജ്ഞനായ രാംകുമാർ സാർ, ഞങ്ങൾ സ്വകാര്യ സംഭാഷണങ്ങൾ നടത്താറുള്ള ആളാണ്. അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു അഭിഭാഷക രംഗത്തെ ഒരു കുലപതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളുടെ അഭിപ്രായം ഞാനതെല്ലാം സശ്രദ്ധം കേൾക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ എന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലെ കോൺഗ്രസ് വിരോധവും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ജാതിയോടോ മതത്തോടോ ഉള്ള വിദ്വേഷവും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കട്ടെ. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് വിനീതമായിട്ട് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഇവിടെ പറഞ്ഞത് സന്ദീപ് വാര്യർ പാണക്കാട് പോയി എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നു സാർ, സന്ദീപ് വാര്യരെ പോലെ ഒരാള്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ പറയുന്ന നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സന്ദീപ് വാര്യരെ പോലെ ഒരാള് പോയത്, അത് സന്ദീപ് വാര്യരുടെ കുഴപ്പമല്ല സാർ, അത് നിങ്ങളുടെ കുഴപ്പമാണ്. അത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ പാണക്കാട് സന്ദീപ് വാര്യർ പോയതാണല്ലോ നിങ്ങൾക്ക് ആക്ഷേപം. എങ്ങനെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ എന്റെ വക്താവായി ഈ ഫോറത്തിലും എത്രയോ ഫ്ലോറുകളിൽ ഞാനും സന്ദീപ് വാര്യരും ഒക്കെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള, അനിൽ നമ്പ്യാർ നയിച്ച ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. BJPക്ക് വേണ്ടി ഇത്ര ശക്തമായി, ഇത്ര അഡമന്റായി സംസാരിച്ചു കൊണ്ടിരുന്ന സന്ദീപ് വാര്യരെ പോലെ ഒരാളെ പോലും നിങ്ങളിപ്പോ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ അത് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് ഞങ്ങളുടെ കുഴപ്പമോ സന്ദീപ് വാര്യരുടെ കുഴപ്പമല്ല, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ചിന്താഗതിയുടെ കുഴപ്പമോ സാർ. അവിടെയാണ് തിരുത്തൽ വേണ്ടത്. അവിടെയാണ് തിരുത്തൽ വേണ്ടത്. നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ തകർച്ചയെക്കുറിച്ച് വളരെ വിഷണ്ണനാകുന്നു സാർ. വേണ്ട, ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച്, തകർച്ചയെക്കുറിച്ച് അങ്ങ് ഒരു ഉത്കണ്ഠയും കൊണ്ടേണ്ട കാര്യമില്ല. ഈ അങ്ങ് ഉത്കണ്ഠപ്പെടേണ്ടത് വയനാട്ടിൽ നിങ്ങളുടെ പാർട്ടിക്ക് സാർ കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾ പാലക്കാട് സാറേ, നിങ്ങൾ ഈ പറയുന്നവർ മുഴുവൻ ആണെങ്കിലും 25% ഉള്ളൂ. ശേഷിക്കുന്ന 75% ചർച്ചയിൽ നിന്ന് വഴി തിരിച്ചു കൊണ്ടുപോകാതെ പ്ലീസ്. നമുക്ക് സമയം അത്രയേ ഉള്ളൂ. ആശാസ്യമാണോ ഇത്? നിങ്ങൾക്ക് ഗുണകരമാകുമോ എന്നുള്ളതാണ് ചോദ്യം. വഴിവിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രീ രാംകുമാറും ശ്രീ ഗോപാലകൃഷ്ണനും ഇവിടെ പറഞ്ഞപ്പോ അങ്ങ് അതിനെ നിയന്ത്രിച്ചില്ല. വഴിവിട്ട കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറയുമ്പോ നിങ്ങൾക്ക് അസഹിഷ്ണുത വരുന്നേ. കാരണം CPM മിനിഞ്ഞാന്നാള് പറഞ്ഞത് ഇന്ന് നിങ്ങൾ ഏറ്റുപിടിക്കുന്നു. നിങ്ങൾ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഞങ്ങളെ തകർക്കാനാണ്. ആ തകർക്കലിന് വേണ്ടി ഞാൻ ചോദിക്കുന്നു നമ്പ്യാരെ, ഒരു പത്രത്തിൽ 20 തീയതി ഇലക്ഷൻ നടക്കുന്നു, 19 തീയതി ഇറങ്ങിയ ഒരു പത്രത്തിനകത്ത് എത്ര ഹീനമായ, എത്ര നിന്ദ്യമായ രീതിയിലാണ് ആ രണ്ട് പത്രം, സുപ്രഭാതത്തിലും സിറാജിലും CPM പരസ്യം കൊടുത്തത്. അവരും മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടിയാണ് പരസ്യം. അവര് മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടി അവർ ഭരണത്തിലിരിക്കുന്നവർ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവരുമായിട്ട് കൂട്ടിച്ചേർന്നു എന്നൊക്കെ പറയുന്നത്. ഞാൻ രാംകുമാർ സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, അങ്ങ് ഈ SDP-I പോലുള്ള സംഘടനകളുമായി കോൺഗ്രസ് കൂട്ടിച്ചേരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുമ്പോ ഞങ്ങൾ വിനയപുരസരം അങ്ങയോട് പറയുന്നു, സാർ അങ്ങേക്ക് തെറ്റുപറ്റി, അങ്ങ് കോൺഗ്രസിനെ മനസ്സിലാക്കുന്നതിന് തെറ്റുപറ്റി എന്ന് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ ഇവിടെ
ഇവിടെ അൻസാരി ഇരിക്കുന്നു. അൻസാരി പറയുന്നത്, അൻസാരിയുടെ പാർട്ടി പറയുന്നത് ഞങ്ങൾ 10,000 വോട്ട്. ഇതെന്താ ചാക്കിലും വല്ലതും കെട്ടിവെച്ചിരിക്കുകയാണോ പാലക്കാട്ട്? നിങ്ങൾ ആക്ഷേപിക്കരുത് പാലക്കാട്ടെ വോട്ടർമാരെ. നിങ്ങൾക്ക് 10,000 വോട്ട് മറിക്കാനായിട്ട് ചാക്കിൽ വല്ലതും കെട്ടി. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തായിരുന്നോ? ചേലക്കരയിൽ ഞങ്ങൾക്ക് ഒരു 10,000 കൂടെ മറിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടേനല്ലോ. ഇപ്പൊ ഞങ്ങളൊരു മൃഗീയം എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞങ്ങളൊരു മഹാഭൂരിപക്ഷത്തിൽ ഈ CPM-ന്റെ ഈ ദുർഭരണത്തിനെതിരെയും BJP-യുടെ വർഗീയതയ്ക്കെതിരെയുമുള്ള വലിയൊരു പോരാട്ടത്തിൽ ഞങ്ങൾ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനും മുതലേച്ചനും കൂടി ഇതാ കാളയെ പിടിച്ചിരിക്കുന്നു എന്ന അവകാശവാദവുമായിട്ട്. അതുകൊണ്ട് ഞാൻ അൻസാരി ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അൻസാരിയോടുള്ള എല്ലാ പ്രതിപക്ഷ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, ഞങ്ങൾ 10,000 മറിച്ചു, 20 എത്ര വോട്ട് നിങ്ങൾ മറിച്ചാൽ എത്ര വോട്ട് പാർട്ടിക്ക്? എന്നിട്ട് വെറുതെ വന്നിരുന്ന അവകാശവാദങ്ങൾ, ഞങ്ങൾ 10,000 മറിച്ചു, 20,000 സേനാപതി വേണു. ജനം TV പാലക്കാട് 7 ജനസഭകളാണ് സംഘടിപ്പിച്ചത് കേട്ടോ. ഈ ജനസഭകളിലൊക്കെ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പ്രതിനിധികളോട് ഞാൻ ചോദിച്ചിരുന്നു, അതായത് SDPI പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവമുണ്ടോ എന്ന്. മറുപടി എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ഒരു മത തീവ്രവാദ ശക്തിയുടെയും വോട്ട് വേണ്ട എന്നുള്ളതാണ്. SDPI എന്ന പേര് പറയാൻ എന്താ ഇത്ര പേടി കോൺഗ്രസ്സുകാർക്ക്? പറഞ്ഞില്ല. അല്ല, ഞങ്ങൾക്ക് ഒരു സേനാപതി വേണു, എന്നെ വിശ്വസിക്കൂ, SDPI എന്ന പേര് പറയാൻ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് എന്താണ് പേടി? എന്താണ് നമ്പ്യാരെ, ഇന്ന് ജനം TVയുടെ ചർച്ചയുടെ ഉദ്ദേശം എന്ത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ഇന്ന് BJP-യിൽ പാലക്കാട് ഉരുത്തിരിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടണം. അവിടെ 10,000-15,000 വോട്ട് BJP-യുടെ പോക്കറ്റിൽ നിന്ന് പോയിരിക്കുന്നു. അവിടെ വലിയ പ്രതിസന്ധിയിലേക്ക് നിൽക്കുന്നു. ഇന്ന് അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, ഈ വിഷയങ്ങൾ കാര്യമില്ല. അത് നേതൃയോഗം ചേർന്ന് അവർ ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തോട്ടെ. ഞങ്ങൾക്ക് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷം ദയവ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂട്ടുകൂടിയത് അവിലും മലരും കരുതി വെച്ചോ എന്ന് പറഞ്ഞവരോട് അത് മറക്കരുത് കേട്ടോ. അത് മറക്കരുത്. രാംകുമാർ സാർ ഓർമ്മിപ്പിച്ചത് കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയല്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയല്ല. അവിലും മലരും കുന്തുരുക്കവും കരുതി വെച്ചോ എന്ന് പറഞ്ഞവരോട്, അല്ലെങ്കിൽ കൊന്നു കെട്ടിത്തൂക്കും എന്ന് പരസ്യമായി പറഞ്ഞവരോടാണ് നിങ്ങൾ സന്ധി ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ അൻസാരി ഇരിപ്പുണ്ടല്ലോ, നമ്പ്യാർ ഇവിടെ അൻസാരി ഇരിപ്പുണ്ട്. ഞാൻ അൻസാരിയോട് ചോദിക്കുന്നു, അൻസാരി പറയട്ടെ, ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ്, നിങ്ങൾ സ്ഥാനാർത്ഥി കണ്ടെന്ന് പറയുന്നു, ഞാൻ ചോദിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കോ കൂട്ടായോ ഈ SDPI-യുമായിട്ട് രഹസ്യമായിട്ട് ഏതെങ്കിലും ഒരു ചർച്ച നടത്തിയോ? ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും ഒരു സംഭാഷണത്തിന് വന്നുവെങ്കിൽ ഫോട്ടോ ഏതാ ഫോട്ടോ തെളിവല്ലേ? ഫോട്ടോ നമ്പ്യാരെ ഒളിച്ചു ഒരു സ്ഥാനാർത്ഥി സേനാപതി വേണു, അഡ്വക്കേറ്റ് സേനാപതി വേണു, SDPI-യുടെ ലഘുലേഖ പിടിച്ചു നിൽക്കുന്ന പ്രവർത്തകരോടൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്ത് നിൽക്കുന്നത്. അതിൽ നിന്ന് RSSന്റെ ലഘുലേഖ പിടിച്ച് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിലും വഴിയിൽ കാണുമ്പോൾ സന്തോഷം പറഞ്ഞു പോകും. അത് സ്ഥാനാർത്ഥിയുടെ മര്യാദയാണ്. അതാണോ നിങ്ങളൊരു ചാനൽ ചർച്ചയിൽ ഇപ്പൊ വിഷയമാക്കി വന്നിരിക്കുന്നത്? ലഘുലേഖ പിടിച്ചു നിൽക്കുന്നവരോട് വർത്തമാനം പറഞ്ഞു, അതുകൊണ്ടാണോ? അതാണോ ഒരു ചാനൽ ചർച്ച ചെയ്യുന്നത്? സാർ, ഇവരൊന്നും ഇപ്പം SDPI ഇപ്പം നിരോധിച്ചിട്ടില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. SDPI-ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുണ്ട്. ഇപ്പൊ അവർ നിരോധിത സംഘടനയല്ല. അവർ നിരോധിത സംഘടനയായിട്ട് വരുന്ന ഒരു ഘട്ടത്തിൽ അപ്പൊ പറയാം, വഴിയിൽ ഞങ്ങൾ അവരെ അല്ല, ഞങ്ങൾ വഴിയിൽ കണ്ടില്ല. നമ്പ്യാരെ, ഞങ്ങൾ രഹസ്യമായോ പരസ്യമായോ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ചർച്ചയും SDPI-യുമായിട്ട് നടത്തിയില്ല. പിന്നെ വഴിയിൽ ആരെങ്കിലും SDPI-കാരനാണോ ആരെങ്കിലും ലഘുലേഖയുമായിട്ട് വന്നു? ഞങ്ങളുടെ സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു വരുമ്പോ അവരെയും കണ്ടിട്ടുണ്ട്. നക്സലൈറ്റ് ഉണ്ടെങ്കിൽ അവരെയും കണ്ടു, മാവോയിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെയും കാണും. വോട്ടറാണ് എങ്കിൽ അത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് ചോദിക്കുന്ന അത് സ്ഥാനാർത്ഥിയുടെ മര്യാദ. വെൽഫെയർ പാർട്ടിയുടെ ഓഫീസ് പോയത് എന്തിനാ? ഞാൻ ചോദിക്കുന്ന വെൽഫെയർ പാർട്ടി ഒരു നിരോധിത പാർട്ടിയല്ലോ. വഴിസൈഡിൽ അവരുടെ ഓഫീസ് മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായി.
അല്ല പ്രേക്ഷകർ- എന്താണ് പ്രേക്ഷകർക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ്, അത് നക്സലൈറ്റ് ഓഫീസ് ആണെങ്കിലും അത് പരസ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പോകുമ്പോൾ അവിടെ മനുഷ്യർ ഇരിപ്പുണ്ടെങ്കിൽ അവിടെ കയറും, അവരോട് വോട്ട് ചോദിക്കും. അതൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചെയ്യുന്ന, അതിനർത്ഥം ഞങ്ങൾ ഇനി വെൽഫെയർ പാർട്ടിയുമായിട്ട് ചർച്ച നടത്തി, അതല്ല എങ്കിൽ ഞങ്ങൾ SDPI ഇവര് പറയട്ടെ, ഇവര് തെളിവ് കൊണ്ടുവരട്ടെ. ഇവര് പറഞ്ഞല്ലോ ഞങ്ങൾ 10,000 വോട്ട് ഞങ്ങൾക്ക് മറിച്ചു തന്നു എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ഇവരോട് വെല്ലുവിളിച്ച് തന്നെ പറയുന്നു, നിങ്ങൾ പറ, ഞങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ, അതല്ല എങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി രഹസ്യമായിട്ട് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് ഇനി വഴിയിൽ കണ്ടു വർത്തമാനം പറഞ്ഞു, അല്ലെങ്കിൽ ഓഫീസിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് വോട്ട് ചോദിച്ചു എന്നുള്ള കാര്യം ഒഴിച്ച് ഞങ്ങൾ രഹസ്യമായിട്ട് ഏതെങ്കിലും രീതിയിലൊരു ചർച്ച ഇവരുമായിട്ട് നടത്തിയിട്ടുണ്ടെന്ന് ഇവര് പറയട്ടെ.